43 പോകാൻ പറ്റിയില്ല. ഇത് സെക്ടർ 42 തന്നെയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ തന്നെ കാണാം. ഇവിടുത്തെ ടീ സ്റ്റോളൊന്നും അങ്ങനെ ഇല്ല കേട്ടോ. ഞാൻ കാണിച്ചതാണ് ടീ സ്റ്റോൾ അവസ്ഥ വളരെ മോശം. ഇവിടുത്തെ കള്ള് ഷോപ്പ് ഉണ്ടാകും, ലിക്വർ വൈൻ ആൻഡ് ബിയർ, അതാ അതിൻ്റെ പേരുണ്ടാവും. പിന്നെ കുട്ടിയുടെ ഇത് തന്നെ കണ്ടതാണ്. ഇപ്പോൾ ഇതിൽ കണ്ടേ പല സെക്ടേഴ്സ് 34, 44 കണ്ട, ഇങ്ങോട്ട് 52, 22 എല്ലാം. ഇപ്പം ഞാൻ നിൽക്കുന്നതാണ് ആ 42 കണ്ട, അതാണ് ഈ പോർഷൻ. ഞാൻ വിചാരിച്ചു ബിസ്ക്കറ്റ് ഉണ്ട്, പക്ഷേ ബിസ്ക്കറ്റ് ഇല്ല. അവിടെ ചിപ്സ് ലേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എവിടെയെങ്കിലും പോകണമെങ്കിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു വീട്ടിലൊക്കെ പോകണമെങ്കിൽ അത് ഏത് സെക്ടറിലാണെന്ന് ചോദിക്കുക. അപ്പോൾ ആ സെക്ടർ നോക്കിയിട്ട് നമുക്ക് യാത്ര ചെയ്യാം. ആ ഒരു ഗുണം മാത്രം ഇതിനുണ്ട്. 60 സെക്ടറിലാണെങ്കിൽ ആ 60 സെക്ടറിൽ എടുത്തു പോയിട്ട് അവിടുന്ന് പിന്നെ കണ്ടുപിടിക്കാം. ആ ഒരു ആ സെക്ടറിൻ്റെ ഡേയ്സിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പഞ്ചാബിലെ ബസ്, അതേമാതിരി ഇതിലൂടെ ഹരിയാനേൻ്റെ ബസ്സും പോകുന്നുണ്ട്. അപ്പോൾ ഓരോന്നും അതിൻ്റെതായ ഇതുണ്ട്. കാരണം ഹരിയാനയിൽ ഇതുവഴി പോകാം, യു പിയും ഇതുവഴി തന്നെയാണ്. അപ്പോൾ എല്ലാം കൂടി മിക്സ്ഡാണ്. ഈ ഹരിയാന, പഞ്ചാബ്, ഈ പറയുന്ന യു പി ഒക്കെ യു പിൻ്റെ ഭാഗമായിരുന്നല്ലോ അതിൻ്റെ മുമ്പൊക്കെ അല്ലേ. പഞ്ചാബല്ല, അവന് ഹരിയാന ഒക്കെ അതിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ അതെല്ലാം ബസ്സും ഇതിലൂടെ പാസ് ചെയ്തു. ഇതാണ് ശിവൻ്റെ സ്റ്റാച്യു. ഇതാണ് ഇവിടുത്തെ ചായക്കട. ഇങ്ങനെയാണ് ഉണ്ടാവുക. അല്ല നമ്മുടെ നാട്ടിലത്തെ പോലെ ടീ സ്റ്റോളും അങ്ങനത്തെ ഒന്നുമില്ല. നാട്ടിലൊരു കുറച്ചെങ്കിലും ഒരു നല്ലൊരു സെറ്റപ്പോട് കൂടി ഒരു ടീ സ്റ്റോളൊന്നും കാണാമല്ലോ. ഇവിടെ നിലത്തും അങ്ങനെയൊക്കെ ഇരുന്നിട്ട് നോർത്ത് ഇന്ത്യയിൽ എല്ലാം അങ്ങനെ തന്നെയാണ്. വീണ്ടും ഒരു ശിവൻ്റെ ഞാൻ താമസിക്കുന്ന ഹോട്ടൽ വിക്ടോറിയ.